ചില വാർഡുകളിൽ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവിടെ CPM എന്ന് പറയുന്ന ഒരു പാർട്ടി വർഗീയതക്കെതിരെ വളരെ വ്യക്തമായി പറയുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങൾ RSSുമായിട്ടും BJPയുമായിട്ടും ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടും ഒരു കൂട്ടും പിടിക്കില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ വന്ന് പറഞ്ഞു പോയ ഒരു സ്ഥലമാണ് മണ്ണാർക്കാട്. അത്തരത്തിലൊക്കെ പറയുമ്പോഴും എന്നാൽ ഇവരുമായി കൂട്ടുപിടിച്ചുകൊണ്ട് തങ്ങളെ ചില വാർഡുകളിൽ തങ്ങളെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്നുള്ള ഒരു ഡീല് ഇന്ന് മണ്ണാർക്കാട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതായത് പണം കൊടുത്ത് വോട്ട് വാങ്ങുന്ന രീതിയിലേക്ക് മണ്ണാർക്കാട്ടെ പാർട്ടി മാറി എന്നുള്ളതാണ്. അതിൽ BJPയുമായി ഡീല് നടത്തിയത് പാർട്ടിയുടെ ജില്ലാ നേതൃത്വവും മണ്ണാർക്കാട്ടെ ഒരു പ്രമാണിയും കൂടിയിട്ടാണ് ഡീല് നടത്തിയിട്ടുള്ളത്. അത് 5 വാർഡുകളിൽ BJPയെ ജയിപ്പിക്കാമെന്നും ബാക്കി 25 വാർഡുകളിൽ പിന്നെ BJP LDFന് വോട്ട് ചെയ്യാമെന്നുള്ള ഒരു ധാരണ കച്ചവടമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ചില വാർഡുകളിൽ BJPയുടെ സ്ഥാനാർത്ഥി പോസ്റ്റ് ഒട്ടിച്ച് പോയി എന്നല്ലാതെ ഒരു വീട് പോലും കയറിയിട്ടില്ല. അവിടെയെല്ലാം പണം ഒഴുക്കുന്നു. അതെല്ലാം എവിടുന്നാണ്, ഏത് രൂപത്തിലാണ് എന്നുള്ളതൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. കുന്തിപ്പുഴ വാർഡില് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ആള് ഒരു വീട് പോലും കയറിയിട്ടില്ല. ഒരു വീട് കയറി അവിടെ വോട്ട് ചോദിച്ചിട്ടില്ല. അവിടെ ജമാഅത്ത് ഇസ്ലാമിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവിടെ LDF മുന്നോട്ട് പോകുന്നത്. പകരം ജമാഅത്ത് ഇസ്ലാമിക്ക് 19ാം വാർഡിലും 20ാം വാർഡിലുമുള്ള വോട്ടുകൾ ഇടതുപക്ഷത്തിന് ചെയ്യണം എന്നാണ് അവിടുത്തെ ഡീല്. അപ്പൊ ഇത്തരം കച്ചവടങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ BJPയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും കൂട്ടുപിടിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് ജയിക്കാൻ വേണ്ടി പിന്നെ പല നാടകവും കളിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ വാർഡിലും ഇവിടെ പിന്നെ ഇടതുപക്ഷം ഒഴുക്കിയിട്ടുള്ളത്. എവിടുന്നാണ് ഈ പണം? ആരുടെയാണ് ഈ പണം? ആരാണ് ഇത് ഒഴുക്കുന്നത്? പാർട്ടിയാണോ? അല്ല. എന്നാൽ മണ്ണാർക്കാടത്തെ പ്രധാനപ്പെട്ട ഒരു സഹകരണ ബാങ്കിൽ പിന്നെ പ്രവർത്തിച്ചിരുന്ന ഒരാൾ ഇത്രയും പണം മുടക്കുമ്പോൾ എങ്ങനെയാണ് ഈ പണം ഉണ്ടാക്കി എന്നുള്ളത് ജനങ്ങൾ തെളിയിക്കട്ടെ. എവിടുന്നാണ് അയാൾക്ക് ഇത്രയും പണം? എന്താണ്? അദ്ദേഹമല്ലല്ലോ പാർട്ടി.